നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് കരുതിയാൽ നമ്മുടെ ഈ വരുന്ന സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് NS ഹോസ്പിറ്റലിലെയും ബിഷപ്പ് ബൻസീർ ഹോസ്പിറ്റലിലെയും കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സുജയ് രംഗയാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. അപ്പം ഹൃദയമാണ് നമ്മുടെ വിഷയം. അപ്പോൾ ലോക ഹൃദയ ദിനം വരുവാണ് 29-ാം തീയതി. ഒരു വലിയ ദിവസം, ഒരുപാട് ബോധവൽക്കരണത്തിന്റെ ആവശ്യമുള്ള ഒരു വിഷയം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പോൾ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ ഞാൻ ആദ്യം പറയാം: 0474293111 0474293111. പെട്ടെന്ന് വിളിച്ചോളൂ. ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ തന്നെ ഏറ്റവും വേണ്ട കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത നമ്മൾ വന്നൊരു വാർത്തയായിരുന്നു ഡോക്ടർ, ജോലിഭാരം, അതുപോലെ സ്ട്രെസ് വലിയൊരു വിഷയമായി നിൽക്കുകയാണ്. ഈ ഒരു ഹൃദയ ദിനത്തിന്റെ ഒരു തീം ഒന്ന് പറഞ്ഞ് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. എല്ലാ വർഷവും സെപ്റ്റംബർ 29-ാം തീയതിയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ലോകത്തെ 100-ൽ-പരം രാജ്യങ്ങൾ മറ്റ് ഓർഗനൈസേഷനോട് ചേർന്നിട്ടുള്ള ഒരു ബോഡിയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ. ഈ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ WHO ചേർന്നിട്ടാണ് ഈ സെപ്റ്റംബർ 29-ാം തീയതി എല്ലാ വർഷവും വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഈ ഹൃദയ രക്തധമനി രോഗം കാരണമാണ്. അതായത് 100 പേര് മരിക്കുവാണെങ്കിൽ അതിൽ 30 പേര്, 1/3 ആൾക്കാർ ഈ ഹൃദയ രക്തധമനി രോഗം റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്താണ് മരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് 25 ലക്ഷം പേരാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് മൂലം ഓരോ വർഷവും മരിക്കുന്നത്. അതിൽ 17 ലക്ഷം പേര് ഹാർട്ട് അസുഖം കാരണം തന്നെ മരിക്കുന്നത്. അപ്പോൾ അതൊരു മേജർ പ്രോബ്ലമാണ്. അത് പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നത് ഈ അസുഖമാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല രീതിയിൽ നമുക്ക് ഈ അസുഖം വരാതെ തടയാൻ പറ്റും. അത് ഒരു ജനറൽ ഇന്ത്യയിലാണ് കൂടുതലുള്ള അതെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പബ്ലിക്കിനിടയിൽ മാത്രമല്ല ഈ അഡ്മിനിസ്ട്രേറ്റീവ്സിനിടയിൽ, അതായത് നമ്മുടെ പൊളിറ്റീഷ്യൻ്റെ ഇടയിലും ഒക്കെ ഈ ഹൃദ്രോഗം തടയുന്നതിനുള്ള ഇമ്പോർട്ടൻസും അതിനു വേണ്ടി എടുക്കേണ്ട നടപടികളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ വേൾഡ് ഹാർട്ട് ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം യൂസ് യുവർ ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. അതായത് നമ്മുടെ ഹൃദയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൃദ്രോഗം വരാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വയം എടുക്കണം. അതുപോലെ അതേസമയം തന്നെ നമ്മൾ അധികാരികളെയും ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഗവൺമെന്റ് ലെവലിൽ പോളിസി ഡിസിഷൻസ് കൂടെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തീം വിശദീകരിച്ചപ്പോൾ തന്നെ നമുക്കൊരു കോൾ എത്തുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കോളിലേക്ക് ഒന്ന് പോകാം, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. പേരൊന്ന് പറയോ? എന്റെ പേര് വിക്ടർ എന്നാണ്. സംസാരിച്ചോളൂ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. സാറേ നമസ്കാരം. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഒന്ന് ചോദിക്കാനാണ് കേട്ടോ. ചോദിച്ചോളൂ. അമ്മയെ ഈ ഡിസ്ട്രിക്റ്റിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് എത്ര വയസ്സാവുള്ളൂ? ഡോക്ടർ പറഞ്ഞേക്ക് 30% ബ്ലഡ് പമ്പിങ്ങേ ഉള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി. എത്ര വയസ്സാ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഇപ്പൊ 89 വയസ്സുണ്ട്. ഓക്കെ, ശരി, പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ 4 കൊല്ലം കൊണ്ടേ ഉണ്ട്. അങ്ങനെ കിടപ്പാണ്. ഓക്കെ. അത് അമ്മയ്ക്കല്ല, ഇതിപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് ക്ഷമത കുറവാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഇത്രയും പമ്പിങ് ക്ഷമത കുറവുള്ള ആളായാൽ പോലും ആയാസമുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്രയും ഹാർട്ടിൻ്റെ പമ്പിങ് ഉണ്ടെങ്കിലും മരുന്ന് ചികിത്സ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മരുന്ന് മുടങ്ങി പോകാതിരിക്കുക, ആഹാരത്തിൽ അമിതമായിട്ട് ഉപ്പ് കഴിക്കാതിരിക്കുക, ഇൻഫെക്ഷൻ ഒന്നും വരാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ അങ്ങനെ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവാം. ഇടയ്ക്കൊരു പ്രാവശ്യം പറഞ്ഞു കൂടായിരുന്നു വെളിയൊന്നും, പിന്നെ കൈയൊക്കെ ഒടിഞ്ഞു. പിന്നെ അതെ, പ്രായമായ ആൾക്കാർക്ക് ഉള്ളത് അതാ ഈ ഹാർട്ടിൻ്റെ അസുഖത്തിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീഴ്ച അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചു പോകണം. അതിനുള്ള മരുന്ന് എടുത്താൽ മതിയാവും. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ മെഡിസിൻസ് കഴിച്ചാൽ മതി. മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. എന്നാലും ഇത് ഈ ബ്ലോക്ക് ഇങ്ങനെ ഇല്ല, അതല്ല, അത് കുഴപ്പമില്ല. ഈ ഒരു ഏജിൽ നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ ഉള്ള ചികിത്സയൊക്കെ പോകത്തില്ല. മരുന്ന് ചികിത്സ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പതിവായി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. വേറൊന്നും ചെയ്യാനൊക്കത്തില്ലെന്നാ. അതെ, അത് മെഡിസിൻ ചികിത്സ മതിയാവും, മരുന്ന് ചികിത്സ മതിയാവും. ഓക്കെ, ശരി.
സന്തോഷം വിളിച്ചാൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. ഡോക്ടർ, നമ്മളിപ്പോൾ 29 സെപ്റ്റംബർ 29 എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ഹൃദയ ദിനമായി ആഘോഷിക്കുമ്പോൾ ഓരോ ബോധവൽക്കരണം നൽകാറുണ്ട്. നമ്മളെ ഹൃദയം ആരോഗ്യപൂർവ്വമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഹൃദ്രോഗികൾ നമ്മുടെ നാട്ടിൽ കൂടുന്നത്? അത് ഇതിപ്പോൾ നമുക്ക് ഈ അവയർനെസ് പലപ്പോഴും ഓരോരുത്തർ അവരുടെ ഇൻഡിവിജ്വൽ ലെവലിൽ ചെയ്യും. ഇപ്പോൾ ചിലർ ഹൃദ്രോഗം വരാതിരിക്കാനായിട്ട് എല്ലാവരും എക്സസൈസ് ചെയ്യാനായിട്ട് പോകും. പക്ഷെ നമുക്ക് ഈ ഒരു സൊസൈറ്റിക്ക്, അതായത് നമ്മുടെ രാജ്യം മൊത്തമായിട്ടോ അല്ലെങ്കിൽ കേരളം മൊത്തമായിട്ടോ ഒരു ഹൃദയരോഗം കുറയണമെങ്കിൽ അത് മേജർ പോളിസി ആവശ്യങ്ങൾ വേണം. അതായത് നമുക്ക് എല്ലാവർക്കും നടക്കാനുള്ള സ്ഥലങ്ങൾ വേണം. ഇപ്പോൾ നമ്മൾ റോഡിൽ പോയി കഴിഞ്ഞാൽ നടക്കാൻ ഫുട്പാത്തുകളില്ല. നമ്മൾ ആൾക്കാർ വണ്ടി ഇടിക്കാതെ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകുന്നു. നമുക്ക് പാർക്കുകളോ അല്ലെങ്കിൽ സ്റ്റേഡിയംസോ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനുള്ള സ്ഥലങ്ങളില്ല. പിന്നെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ വേണം. അപ്പം അങ്ങനെ ഒരു പോളിസി ലെവൽ ഡിസിഷൻ വന്നാലേ ഒരു സൊസൈറ്റി മൊത്തമായിട്ട് ഈ ഹൃദ്രോഗം കുറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ജീവിതശൈലികളിൽ പണ്ടത്തെക്കാളിലൊക്കെ ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ ഹൃദ്രോഗത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ സാധാരണ ഒരു ബെൽ ഷേപ്പ് കർവ് എന്നാണ് പറയുന്നത്. അങ്ങനെ കൂടിയിട്ട് ഒരു പീക്ക് എത്തി അത് കുറയും. പക്ഷേ നമ്മുടെ രാജ്യം, അത് ഏഷ്യയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അതിൻ്റെ ഇത് ഇപ്പോഴും ഹൃദ്രോഗത്തിൻ്റെ പീക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഫേസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അത് നമ്മൾ പല തടയാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ക്രമേണ അത് കുറഞ്ഞു വരും. പക്ഷെ ഇപ്പോഴും അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് പോലത്തെ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഈ പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഹൃദ്രോഗത്തിന്റെ തോത് പഴയതിനെക്കാട്ടിലും കൂടുതലാണ്. അത് നമ്മളിപ്പോൾ ഈയിടെയായിട്ട് പലരും സംസാരിച്ചൊരു വിഷയമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. കോവിഡിന് ശേഷം ഇപ്പോൾ പലരും പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, പെട്ടെന്ന് അസുഖം വരിക, നല്ല ആരോഗ്യമുള്ള, അതായത് ജിമ്മിലൊക്കെ പോയി കൃത്യമായി എക്സസൈസ് ചെയ്യുന്നവരൊക്കെ കുഴഞ്ഞു വീഴുന്നത്. ഇതിപ്പോൾ ഒരു കോവിഡ് വന്നതിന് ശേഷം നമ്മളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വലിയ സംശയമായി തന്നെ നിൽക്കും. അത് നമ്മൾ ഈ കോവിഡ് ആ ഇൻഫെക്ഷന് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള പ്രവണതയെ കൂട്ടുന്ന ഒരു എഫക്റ്റും കോവിഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഈ കോവിഡ് വന്ന് ഇൻഫെക്ഷൻ മാറിയാലും ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു ഒരു ഫേസ് ഉണ്ട്. അതായത് കോവിഡിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കുറേ ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ വന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാകാം. ചിലർക്ക് ന്യൂറോളജിക്കൽ അസുഖങ്ങളായിരിക്കാം, ഉറക്കമില്ലായ്മ, ചിലർക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം, നെഞ്ചിടിപ്പ് ഉണ്ടാകാം. ചിലർക്ക് ഇതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള, വെയിനിലും ഹാർട്ടിലും ഒക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള പ്രവണത അങ്ങനെ പലരും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം ഇപ്പോഴും നമ്മളൊരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിലേക്കുള്ള മാറ്റം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഹാര രീതി മാറി, നമ്മൾ എക്സസൈസ് കുറവാണ്, സ്ട്രെസ് കൂടിയിട്ടുണ്ട്, കഴിക്കുന്ന ഫുഡിനകത്തുള്ള ജങ്ക് ഫുഡ്സ് ഒരുപാട് കൂടി, നമ്മൾ ടിവിയുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടി. അപ്പോൾ അതൊക്കെ അതും ഈ ഹാർട്ട് ഡിസീസ് കൂടാനുള്ള ഒരു മെയിൻ കാരണമാണ്. അതിന്റെ കൂട്ടത്തിൽ കോവിഡ് വന്നേ ഉള്ളൂ. നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ നിന്ന് മാറി ജീവിക്കുന്നു എന്നുള്ളതൊരു പ്രധാന ഘടകമായി മാറും. അപ്പോൾ നമുക്ക് കോൾ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. അതെ. ഇതാരാണ് സംസാരിക്കുന്നേ? ഞാൻ കടവൂരിൽ നിന്നാണ്, മരിയാണ് വിളിക്കുന്നത്. അമ്മ ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ കേട്ടോ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സാർ. പിന്നെ എന്റെ ഹസ്ബൻഡിന് 52 വയസ്സുണ്ട്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് നെഞ്ചിന്റെ വാരിയറ്റ് ഭാഗത്ത് വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. അല്ല, പുള്ളിക്ക് നേരത്തെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണോ? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ? ഷുഗറിന് കഴിക്കുന്നുണ്ട്. ഷുഗറിന്, പിന്നെ കൊളസ്ട്രോള്, പിന്നെ ഈ പ്രഷറിന്റെ കഴിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുവാണെങ്കിൽ നമ്മൾ അത് എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഏത് തരത്തിലുള്ള വേദനയാണെങ്കിലും ഡോക്ടറെ കണ്ട് അതിൻ്റെ കൂടുതൽ പരിശോധന ചെയ്ത് നോക്കണം. ശരി, ഓക്കെ. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0442931111. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുജയരംഗയാണ്. നമുക്ക് അടുത്ത കോളുണ്ട്, ഡോക്ടർ നോക്കാം. ഹലോ. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. പേരൊന്ന് പറയോ? കുറച്ചും കൂടെ ഒന്ന് ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുമോ? കുറച്ചും കൂടെ ഒന്ന് ശബ്ദത്തിൽ സംസാരിക്കാമോ? ഒരല്പം. ഇനി സംസാരിച്ചോളൂ ഡോക്ടർ. നമസ്കാരം, ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ ഈ ഗ്യാസുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോ ഈ ഇടതുവശത്ത് ഒരു പിടുത്തം എപ്പോ കഴിച്ചിരുന്നാലും അത് എന്താണ്? ഈ
ഗ്യാസിന്റെ കംപ്ലൈന്റ് ആയിട്ടാണോ അതോ? അത് നമുക്ക് ഇത് നേരത്തെ എന്തെങ്കിലും അസുഖം ഉള്ള ആളാണോ? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഷുഗർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഏത് തരത്തിലുള്ള നെഞ്ചുവേദന ആണെങ്കിലും നമ്മളത് ഗ്യാസ് എന്ന് കരുതി അതിനെ തള്ളിക്കളയരുത്. അങ്ങനെ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ മെഡിസിൻസ് കഴിക്കാം. പക്ഷെ അതുവരെ നമ്മൾ വേദനയുടെ സ്വഭാവം വെച്ചിട്ട് നമുക്കിത് ഗ്യാസിൻ്റെതാണോ ഹാർട്ടിൻ്റെതാണോ എന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത്രയും അതാ പലർക്കും ഈ അതെ, അത് നമ്മൾ ഹാർട്ടിന് അസുഖമുള്ള ഈ പ്രമേഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് നെഞ്ചുവേദന വരണം എന്നില്ല. പലപ്പോഴും അവർക്ക് ഈ നെഞ്ചിലെന്തോ കുടുങ്ങിയിരിക്കുന്ന പോലത്തെ പ്രയാസം തോന്നത്തുള്ളൂ. പ്രത്യേകിച്ച് നടക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ ഒക്കെ നെഞ്ചിലെന്തോ കുടുങ്ങിയിരിക്കുന്നത് തോന്നും. ചിലപ്പോൾ ഗ്യാസ് പോകുമ്പോൾ മാറും. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ശരി, ആ പ്രശ്നം മാറും. അത് ശരിയായിരിക്കാം. ചിലപ്പോൾ അത് ഗ്യാസിൻ്റെ തന്നെ ആയിക്കൂടായിരിക്കില്ല. പക്ഷേ മറ്റ് അസുഖങ്ങൾ, അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉണ്ട്, നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൃദ്രോഗത്തിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതല്ല, ഇത് നെഞ്ചുവേദന, ഈ നെഞ്ചിൻ്റെ പ്രയാസം ഹാർട്ടിൻ്റെ പ്രയാസം കൊണ്ടല്ല എന്ന് ഉറപ്പാക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അത് ചെയ്ത് അതെല്ലാം നോർമലാണെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ ഗുളിക തുടർന്നാൽ മതിയാവും. പക്ഷേ ഗ്യാസിൻ്റെതാണെന്ന് വെച്ച് നമ്മൾ തള്ളിക്കളയരുത്. അത് മാത്രം ഈ പരിശോധന ചെയ്യാതെ ഗ്യാസിൻ്റെതായിരിക്കാം എന്നൊരു കരുതിയിട്ട് അത് നമ്മൾ അതിനെ ചെറുതായിട്ട് കാണരുത്. ശരി, ഞാൻ പിന്നെ ഈ സ്ട്രോക്കിനും അതെ പിന്നെ കിഡ്നി ഇൻഫെക്ഷനും ട്രീറ്റ്മെന്റിലാണ്. ഓക്കെ, ശരി. സാധാരണ സ്ട്രോക്കിന് നമ്മൾ കഴിക്കുന്ന ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്ന സമയങ്ങളും ഉണ്ട്. ഓക്കെ, ശരി. ആ സമയത്ത് ECG ഒക്കെ എടുത്തവർക്ക് യാതൊരു കുഴപ്പമില്ല. ശരി. അപ്പോൾ ഇനി അടുത്ത തവണ ഡോക്ടറെ റിവ്യൂവിന് കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടറോട് പറയണം ഇതുപോലെ ഇങ്ങനെ നെഞ്ചിന് ചെറിയ പ്രയാസം വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ചില പരിശോധനകൾ ചെയ്യാം. അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഇത് പ്രത്യേകിച്ച് പറയണം. ഓക്കെ, സന്തോഷം വിളിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് അടുത്ത കോളുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. എനിക്ക് 2-3 ദിവസം കൊണ്ട് നെഞ്ചിനൊരു വിമിഷ്ടവും ഭയങ്കരമായിട്ട് ഇടിക്കുന്നു, ഭയങ്കരമായിട്ട് നെഞ്ചായിരുന്നു. ഓക്കെ, അങ്ങനെ 2 സൈഡും ലെഫ്റ്റ് റൈറ്റും ഉണ്ട്, സെന്ററും ഉണ്ട്. അങ്ങനെ ഞാൻ ECG എടുത്തായിരുന്നു, ഡിസ്ട്രിക്റ്റിൽ പോയി. ഓക്കെ, അപ്പൊ അവര് BP നോക്കാൻ പറഞ്ഞു. BP നോക്കി 120 കണ്ടേ ഉള്ളായിരുന്നു. ഓക്കെ. ECG എടുത്തപ്പോ കുഴപ്പമില്ലായിരുന്നു. എന്ത് ചെയ്യുമ്പോഴാണ് നെഞ്ചിരിപ്പ് തോന്നുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണോ അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണോ? നടക്കുമ്പോ വലിയ പ്രശ്നമില്ല, പക്ഷെ നീ ചുമ്മാ കിടക്കുമ്പോഴത്തേക്കും നമ്മള് ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അമ്മ നെഞ്ചെടുത്ത്. ശരി. അപ്പത്തേക്കും ഭയങ്കര പടപട ഇടിക്കും. കുറച്ച് കഴിയുമ്പോൾ ശാന്തമാവും. ഓക്കെ, നേരത്തെ അത് കഴിഞ്ഞ് നടക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്നും വിമിഷ്ടം തോന്നും. പിന്നെ അതങ്ങ് ഞാനങ്ങ് ശ്രദ്ധിക്കത്തില്ല. നമ്മള് ജോലി എന്തെങ്കിലും ചെയ്യാൻ ശ്രദ്ധ അങ്ങ് പോകും. ശരി. അത് നമ്മൾ മനസ്സിലായി. അത് എന്തായാലും അത് നമുക്ക് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യണം. ഒന്ന് അതെ, ECG മാത്രം പോരായിരിക്കും. നമുക്ക് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ വരുന്നത് ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയും. അനീമിയ ഉള്ളപ്പോഴത്തേക്ക് ഇതുപോലെ നെഞ്ചിരിപ്പ് തോന്നാം, നടക്കുമ്പോൾ കിതപ്പുണ്ടാകാം. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ നെഞ്ചിരിപ്പൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. സാധാരണ രീതിയിൽ അതെ. അപ്പോൾ ഈ പറയുന്ന ബ്ലഡ് പരിശോധന ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഹാർട്ടിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരുമായിരിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മാത്രമേ ഇടിപ്പുള്ളൂ. നടക്കുമ്പോഴോ നമ്മൾ ആയാസപ്പെട്ടുള്ള ജോലി ചെയ്യുമ്പോഴോ ഇടിപ്പൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് സാധാരണ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇടിപ്പാണെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ആയാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴോ കൂടും. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കുറയും. അപ്പോൾ അത് ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടിപ്പിൻ്റെ ഇത് കേട്ടിട്ട് അത് ഹൃദ്രോഗം പോലെ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ബാക്കി ചെക്കുകൾ ചെയ്ത് നോക്കണം എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയാനായിട്ട്. ഇല്ല, കൊളസ്ട്രോളിന് നമുക്ക് സാധാരണ പുറമേ സിംറ്റംസ് ഒന്നും വരത്തില്ല. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കൂടി നിൽക്കുമെന്നേ ഉള്ളൂ. ഇടിപ്പും അങ്ങനെ കൊളസ്ട്രോൾ ബന്ധമില്ല. ബ്ലഡ് പരിശോധിച്ച് നോക്കണം. കൊളസ്ട്രോൾ അളവ് കൂടുതലാണോ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഹോർമോൺ അളവ് കുറവാണോ, ഹീമോഗ്ലോബിൻ കുറവാണോ എന്നൊക്കെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ശരി, താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഇപ്പോൾ ഡോക്ടർ നമ്മുടെ ശ്രോതാവ് ചോദിച്ചതുപോലെ ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് തോന്നുന്നു. ഇതുപോലെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വയം?
അല്ല അതല്ല, ഇതിനകത്ത് ആക്ച്വലി സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം, ഒന്ന് നമ്മൾ ചെറുക്ക് പൾസ് പിടിച്ച് നോക്കാൻ പറ്റുന്നവർക്ക് നോക്കാം. ആക്ച്വലി നമുക്ക് ഇടിപ്പ് കൂടുതലാണോ അതോ പൾസ് റേറ്റ് കൂടുതലാണോ അതോ കുറവാണോ എന്നുള്ളത് അത് പലർക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പം മിക്ക ആൾക്കാരുടെ വീട്ടിലും ഈ പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. ഈ കോവിഡ് സമയത്ത് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓക്സിജൻ അളവ് കുറവാണോ കൂടുതലാണോ അറിയാനായിട്ട്. അപ്പോൾ ആ പൾസ് ഓക്സിമീറ്റർ നമ്മുടെ വിരൽ വെക്കുവാണെങ്കിൽ അതിനകത്ത് ഓക്സിജൻ്റെ അളവിൻ്റെ കൂട്ടിൽ തന്നെ നമ്മുടെ പൾസ് റേറ്റും കാണിക്കും, നെഞ്ചിടിപ്പിൻ്റെ സ്പീഡ്. ഇപ്പം നോർമലി റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ നെഞ്ചിടിപ്പിൻ്റെ സ്പീഡ് 1 മിനിറ്റിൽ 100 താഴെ ആയിരിക്കും. ആവറേജ് സ്പീഡ് ഏതാണ്ട് 70-80 ആയിരിക്കും. അപ്പം നമ്മൾ ഇടിപ്പ് തോന്നുന്നു നമ്മുടെ നെഞ്ചിടിപ്പിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ഇപ്പം 120, 130, 140 ആണെങ്കിൽ നമുക്ക് ഇടിപ്പിൻ്റെ തകരാറുണ്ട്. അത് നമ്മൾ ടെൻഷനിലൊന്നും അല്ല, നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യണം. അതല്ല നമുക്ക് ഇടിപ്പ് തോന്നുന്നു, പക്ഷേ നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ഇടിപ്പ് ചിലപ്പോൾ 70-75 ഉള്ളെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഇടിപ്പ് നോർമലായിരിക്കാം. ചിലർക്ക് ഇടിപ്പ് താളം തെറ്റി വരുവാണെങ്കിലും സ്പീഡ് കൂടാതെ നെഞ്ചിടിപ്പ് തോന്നാം. അപ്പോൾ അത് നമുക്ക് 100% വീട്ടിൽ വെച്ചിട്ട് ഇതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ഇല്ല. പക്ഷേ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇടിപ്പ് വളരെ കൂടുതൽ കാണുവാണ്, 140-150 കാണുവാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കത് എന്തുകൊണ്ടാണ് ഇടിപ്പുള്ളതെന്നുള്ളത് ECG എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും നെഞ്ചിടിപ്പ് എന്തുകൊണ്ടാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഇടിപ്പിലെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ തോന്നിയാൽ ചിലരൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല, രണ്ടാമതൊന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖത്തിലേക്കുള്ളൊരു പോക്കായിരിക്കുമോ ഇങ്ങനെയുള്ളൊരു എന്ന് പറയുന്നത്? നെഞ്ചിടിപ്പിന്റെ ഈ വ്യത്യാസങ്ങൾ പലതരത്തിലുണ്ട്. ചിലർക്ക് ഇടിപ്പ് തീരെ കുറഞ്ഞു പോകാം, ചിലർക്ക് ക്രമാതീതമായിട്ട് കൂടാം, ചിലർക്ക് ഇടിപ്പിന്റെ സ്പീഡ് നോർമൽ ആയിരിക്കാം, പക്ഷേ ഇടിപ്പ് താളം തെറ്റി വരാം, എക്സ്ട്രാ ബീറ്റ്സ് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ഈ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് ഒരു ഹാർട്ടിൻ്റെ സിംറ്റമാണ്. അപ്പം നമ്മൾ ഈ ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് മുഖ്യമായിട്ട് 4 സിംറ്റംസാണ് പറയുന്നത്. 1 നെഞ്ചുവേദന, 2 ഈ ശ്വാസമുട്ട്, 3 അമിതമായിട്ടുള്ള ക്ഷീണം, 4 ഈ നെഞ്ചിടിപ്പ്. പിന്നെ ചിലർക്ക് കാലിൽ നീര് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബോധക്കേട്, ഇതൊക്കെ ഹൃദ്രോഗ സംബന്ധമായ ലക്ഷണങ്ങളാണ്. പക്ഷെ മുഖ്യമായിട്ട് ഈ 4 ചെസ്റ്റ് പെയിന്, ഈ ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ്, അമിതമായിട്ടുള്ള ക്ഷീണം. അപ്പം ഇതിൻ്റെ ഈ ലക്ഷണങ്ങളുടെ അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട ഈ സിംറ്റംസാണ് വരുന്നതെങ്കിൽ അതിന് മുഖ്യമായിട്ടുള്ള കാര്യം നമ്മൾ ഹൃദയം കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ സിംറ്റംസ് കൂടും. അത് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ ആയാസപ്പെട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കോ നെഞ്ചുവേദന, ശ്വാസമുട്ടോ, ഇടിപ്പോ കൂടുകയാണെങ്കിൽ അത് ഹൃദയമായിട്ടുള്ള ബന്ധപ്പെട്ട സിംറ്റം ആയിരിക്കാം. വെറുതെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നടക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മാറുവാണെങ്കിൽ സാധാരണ അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, നമുക്കൊരു കോൾ കൂടി എത്താണ്, കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ ഹസ്ബൻഡിന് കണക്ക് പിന്നെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നേ. പുള്ളിക്ക് 3 അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. 3 ആന്റിപ്ലാസ്റ്റ് ചെയ്തു, 2 സ്റ്റെന്റ് മാറ്റിയിട്ടിരുന്നു. ഇപ്പം പൊതുവെ പുള്ളിക്ക് അങ്ങനെ നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട്, ഭയങ്കര കിതപ്പൊക്കെ ഉണ്ട്, ശ്വാസമുട്ട് തോന്നുന്നുണ്ട്, പിന്നെ കാലിലൊക്കെ നീരൊക്കെ ഉണ്ട്. അതെന്തായിരിക്കും? അത് സാധാരണ ഇപ്പൊ ഈ 1 കൂടുതൽ തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ ഹാർട്ടിന്റെ മസിൽസിന്റെ പമ്പിങ് ക്ഷമത വളരെ കുറയും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കാണ് ഈ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്താൽ പോലും ശ്വാസം മുട്ട് വരിക, അല്ലെങ്കിൽ കാലിൽ നീര് വരിക എന്നൊക്കെ ഉള്ളത് അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മൾ എന്തായാലും അത് അങ്ങനെ നീരൊക്കെ കാണുവാണെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ആ ഹാർട്ടിൻ്റെ മരുന്നുകളുടെ ഡോസ് ചിലപ്പം കൂട്ടേണ്ടിയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ടി വരും. പുള്ളിക്ക് ഹാർട്ട് ഫെയിലിയർ ആണ് ഇപ്പോൾ ഉള്ളത്. അതെ, അപ്പം മരുന്നിന് ചിലപ്പം മരുന്നിൻ്റെ ഡോസുകളിൽ മാറ്റം വരുത്താം. രണ്ടാമത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കണം. അപ്പോൾ നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഹാർട്ടിന് അത്രയും വെള്ളം പമ്പ് ചെയ്യാനുള്ള ക്ഷമതയില്ല. അപ്പോൾ അത് ദേഹത്ത് നീരായിട്ട് അടിഞ്ഞുകൂടും. അപ്പോൾ കുടിക്കുന്ന വെള്ളം ഒരു ദിവസം 1-1.5 ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കരുത്. പിന്നെ രണ്ടാമത്തത് നമ്മൾ ആഹാരത്തിൽ ഉപ്പിന്റെ അളവ് എത്രയും കുറച്ച് ഉപയോഗിക്കാമോ അത്രയും കുറച്ച് ഉപയോഗിക്കുക. ഇത് ഉപ്പൊക്കെ കുറച്ചാണ് ഡോക്ടറെ, പക്ഷേ പാൻക്രിയാസിന്റെ പ്രശ്നമുണ്ട് പുള്ളിക്ക്. ഇപ്പൊ അങ്ങനെ ഡോക്ടർ ഇപ്പൊ ഏതാണ്ട് ഞങ്ങളിപ്പോ ESAയിലാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു 4-6 മാസത്തിന് മുന്നേ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു നമ്മൾക്ക് ഇങ്ങനെ പാൻക്രിയാസ് ഒരുപാട് കാലക്രമേണ ആയി വരുമ്പോ ഇങ്ങനെ ക്യാൻസറിലോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ചെറിയ പോയിന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ. അല്ല, പാൻക്രിയാസിന്റെ അസുഖവും ഈ പറയുന്ന കാലിന് നീരും തമ്മിൽ ബന്ധമില്ല. പക്ഷെ പുള്ളിക്ക് 1 കൂടുതൽ തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ടിന്റെ പമ്പിങ് ക്ഷമത എന്തായാലും കുറവായിരിക്കും. അപ്പൊ ഈ നീരെല്ലാം ഈ ഹാർട്ടിന്റെ പമ്പിങ് കുറവിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുള്ളപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ചിലർക്ക് മലന്ന് കിടക്കാൻ പ്രയാസമായിരിക്കും, മലന്ന് കിടക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവും. അപ്പോൾ ഗുളിക കഴിച്ചിട്ടും അങ്ങനെയുള്ള സിംറ്റംസിന് മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ തന്നെ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറയും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മെഡിസിൻ കുറച്ചുകൂടെ ഗുളിക കഴിക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ നീര് മാറാൻ നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ നിർബന്ധമായിട്ട് കാണിക്കണം.
ശരി ഡോക്ടറെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ ഒരു കാര്യം ഞാൻ ചോദിച്ചിരുന്നു, സ്ട്രെസ് വളരെയധികം കൂടി വരുന്നു നമ്മുടെ കാലത്ത്. അപ്പോൾ യുവാക്കൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നു, മാനസിക സമ്മർദ്ദം, അതോടൊപ്പം തന്നെ മരണത്തിലേക്കൊക്കെ പോകുന്ന കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ തലമുറ നേരിടുന്നത്? അത് നമുക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ അവെയർ ആയത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മലയാളി പെൺകുട്ടി ഇതുപോലെ ഒരു പൂനെയിൽ കമ്പനിയിൽ പെട്ടെന്ന് വർക്ക് സ്ട്രെസ് കാരണമായിരിക്കാം, നമുക്ക് അതിന് ഡീറ്റെയിൽസ് അറിയത്തില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത്. അതെ, അപ്പോൾ സ്ട്രെസ്സും ഒരു ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സ്ട്രെസ്സ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ഈ കുറച്ച് ഹോർമോൺസ് ഉണ്ടാകും. അതായത് നമ്മൾ ഒരു ഫൈറ്റിന് പോകുന്ന രീതിയിലാണ് ശരീരം റെഡി ആവുന്നത്. അപ്പം ശരീരത്തിന് മസിൽസ് എല്ലാം ആക്റ്റീവ് ആവണം, ഹാർട്ട് നല്ലോണം വർക്ക് ചെയ്യണം, എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് ഒത്തിരി പോകണം. കാരണം ശരീരം അതിനെ കാണുന്നത് നമ്മളൊരു ഫൈറ്റിന് പോകുന്നു എന്നുള്ള പോലെയാണ്. അപ്പോൾ ഫൈറ്റിന് റെഡിയാക്കുവാണ്. പക്ഷേ ഈ ഹോർമോൺസ് ഒരു ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ ശരീരത്തിന് നല്ലതാണ്. പെട്ടെന്ന് നമ്മൾ ആ ഒരു അപകടസ്ഥിതി തരണം ചെയ്യാൻ ശരീരത്തിന് ക്ഷമത വരുത്തും. അപ്പം നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊരു അപകട സമയം നമ്മൾ ചെയ്തു പോകും. നമ്മൾ ഒരുപാട് സ്പീഡിൽ ഓടാനോ ഒരു മതിൽ ചാടിക്കുക, നമ്മൾ ഒരു പട്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓടിപ്പോയി ചെയ്യും ഇതൊക്കെ. പക്ഷേ അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല. കാരണം ശരീരം ആ സമയത്ത് ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ടാണ്. പക്ഷേ ഈ ഹോർമോൺസിൻ്റെ അളവ് ഒരുപാട് നാൾ ഇങ്ങനെ കൂടി നിൽക്കുവാണെങ്കിൽ അത് ബ്ലഡ് പ്രഷർ കൂടാനും ഈ ഹൃദയ രക്തധമനിക്ക് അകത്തുള്ള പാടയ്ക്ക് കേട് വന്നിട്ട് കൊളസ്ട്രോൾ ഹൃദയ രക്തധമനിക്ക് ഉള്ളിലേക്ക് കയറി പോകാനും ബ്ലോക്ക് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ബ്ലോക്കുകളൊക്കെ പൊട്ടിപ്പോയിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. ചിലർക്ക് ഹാർട്ടിന് താളം തെറ്റി ഇടിപ്പ് വന്നിട്ട് സഡൻ ഡെത്ത് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം. അപ്പം ഒരു എക്സസീവ് സ്ട്രെസ്സ് ഇതിന് ഒരു കാരണമാണ്. പക്ഷേ ഇത് ആ സ്ട്രെസ്സ് മാത്രമായിരിക്കത്തില്ല. ഈ പലപ്പോഴും ഇപ്പം IT ജോബ്സ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് കൂടുതലുണ്ടാവുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കാരണം, ഒന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, എപ്പോഴും ഇരുന്നിട്ടുള്ള ജോലിയാണ്. സമയം അവർക്ക് ഒരു ടൈം ബോണ്ട് പ്രോജക്ട്സ് ആണ്. പിന്നെ അവരുടെ ആഹാര രീതി പലപ്പോഴും കൂടുതലും അവർ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ അവർ ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വർക്ക് ചെയ്തിട്ട് അവർ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് നൈറ്റിലായിരിക്കും, കിടക്കുന്നതിന് മുന്നേ. അപ്പം അങ്ങനെ ഒരുപാട് ദിനചര്യകളിലും നമ്മുടെ ജീവിത ശൈലിയിലും ഒരുപാട് പ്രോബ്ലവും അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെസ്സോട് വരുമ്പോഴത്തേക്കാണ് പലർക്കും ഇതുപോലെ പെട്ടെന്നുള്ള അപകടങ്ങൾ, ഈ ഹാർട്ടിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം. പക്ഷേ ഇത് അടുത്ത കാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ എടുത്താലോ? ഹലോ ഹലോ നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് എന്റെ ചേട്ടത്തിക്ക് വയറ്റിന് എപ്പോഴും അങ്ങ് പ്രോബ്ലമാ, വയറ്റ് വേദനയും വയറ്റിനകത്ത് വെപ്രാളവും. പിന്നെ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും ഇത് കഴിച്ചു കഴിയുന്നുണ്ട്. കുറച്ചു നേരം ഒരു 3 മണിക്കൂർ ഇട്ട് ആഹാരം കഴിച്ചു. അത് കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദേഹം അല്ലാതെ വരിക, വയറുരുണ്ട് കയറുക, അന്നേരവും കഴിക്കണം. അങ്ങനെ 2-3 മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ അപ്പോഴത്തേക്കില്ലെങ്കിൽ അദ്ദേഹം വല്ലാതെ വരിക. സാധാരണ ഈ ചിലർക്ക് ഈ വയറിൽ അൾസർ, പെപ്റ്റിക് അൾസർ അസുഖമുള്ള സമയത്താണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് അത് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ച് നോക്കണം, അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് കറക്റ്റായിട്ട് മരുന്ന് ചികിത്സ ചിലപ്പോൾ കുറച്ച് നാൾ എടുക്കേണ്ടി വരുമായിരിക്കും. അതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് മാറും. അത് അല്ല, കാണിച്ചിട്ടുണ്ട്. പിന്നെ ദേവിപ്രസാദ് ഡോക്ടറെയാ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ സ്കാൻ ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്ത് എല്ലാം ചെയ്തതാ. എല്ലാം ചെയ്തിട്ട് അമ്മയുടെ വയറ്റിന് അങ്ങ് ഒരു കുഴപ്പമില്ലെന്ന് പറയും. എന്നാലും ഇടയ്ക്ക് വയറ്റിനകത്ത് വേദന വന്നിട്ട് ശ്വാസം എല്ലാം കൂടെ വന്ന് നെഞ്ചത്ത് വന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം വിടാൻ പറ്റത്തില്ല. അല്ല, അത് ഒന്ന് മരുന്ന് ചികിത്സ തുടർന്ന് കഴിക്കണം. പിന്നെ അങ്ങനെ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഹാരം അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് അത് മാറാൻ നിൽക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഡോക്ടറെ കൂടെ കാണിച്ചിട്ട് വേറെ മറ്റ് പരിശോധന, വയറിൻ്റെ പ്രയാസം എല്ലാം കുഴപ്പമില്ല, നോർമലാണെന്ന് ഡോക്ടർ പറയുവാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അറിയാനായിട്ട് വേറെ ഡോക്ടറെ കൂടെ കാണിക്കണം. ശരി, അതെ. നന്ദി അമ്മ വിളിച്ചത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ നമസ്കാരം ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എല്ലാ ഇടവേളയുടെയും വിലപ്പെട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ ബിഗ് താങ്ക്സ്. പിന്നെ അതുകൂടാതെ ഈ കൂർക്കമ്പലി ഉണ്ടല്ലോ, അത് ഈ അമിതമായിട്ട് വലിയ സൗണ്ടിൽ കൂർക്കൊക്കെ വലിക്കുന്നത്, അത് ഭാവിയില് ഹാർട്ടിന് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നുള്ള ഒരു അസുഖമുണ്ട്. അതായത് നമ്മൾ ഉറക്ക സമയത്ത് ശ്വാസതടസ്സം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ അമിതവണ്ണമുള്ള ആൾക്കാർക്കാണ് സാധാരണ അങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഉറക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കൂർക്കം വലി വന്നിട്ട് അത് ശബ്ദം കൂടി ഒരു സെക്കൻഡത്തേക്ക് കുറച്ച് സമയത്ത് ശ്വാസം നിന്നു പോകും.
നിന്ന് പോയിട്ട് പെട്ടെന്ന് പിന്നെയും ശ്വാസം ഉണ്ടാകും, പിന്നെയും കൂർക്കം വലി വരും. അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കൊച്ചു കുട്ടികൾക്ക് സാധാരണ കൂർക്കം വലി വരുന്നതിന് മെയിൻ കാരണം അവരുടെ ഈ ശ്വാസനാളത്തിൽ എവിടെയും തടസ്സം ഉണ്ടാവും. പലപ്പോഴും അതിന് കാരണം ഈ ടോൺസിൽസിനടുത്ത് അഡിനോയിഡ് എന്നുള്ളൊരു ഗ്രന്ഥിയുണ്ട്. ഈ അഡിനോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് വളർന്നിരിക്കുമ്പോഴത്തേക്കാണ് കുട്ടികൾക്ക് ഇങ്ങനെ കൂർക്കം വലി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ മൂക്ക് എപ്പോഴും ഉറങ്ങുമ്പോൾ വാ തുറന്നായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് മരുന്ന് ചികിത്സ കൊണ്ടെന്ന് കുറയും, ചിലർക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥി മാറ്റേണ്ടി വരും സർജറി ചെയ്തിട്ട്. അപ്പോൾ കുട്ടികളിലാണ് ഇത് ഉണ്ടാവുന്നതെങ്കിൽ അത് അങ്ങനെ ഹാർട്ടിനായിട്ട് അസുഖത്തിലേക്ക് നയിക്കുന്നതല്ല. അത് മിക്കപ്പോഴും ഇതുപോലെ ചിലർക്ക് ഈ മൂക്കിലെ പാലത്തിന് വളവുണ്ടാവും, അല്ലെങ്കിൽ മൂക്കിനകത്ത് ടർബിനേറ്റ്സ് തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ ശ്വാസം പോകുന്ന സ്ഥലത്തൊരു തടസ്സം വരുന്നതുകൊണ്ടാണ് കുട്ടികളിൽ ഈ കൂർക്കം വലി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഡോക്ടറെ കണ്ടിട്ട് അത് പരിശോധിപ്പിച്ചിട്ട് അതിനുള്ള മരുന്ന് ചികിത്സ അല്ലെങ്കിൽ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കംപ്ലീറ്റ്ലി മാറും. മെഡിസിൻ ആവശ്യമായിട്ട് വരും, മെഡിസിൻ ആവശ്യമായിട്ട് വരും. അത് കാണിക്കണം എന്തായാലും ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നുള്ളത്. മിക്കപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ടാണ്. ചില കുട്ടികൾക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി തനിയെ ചുരുങ്ങിപ്പോവും. അപ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരത്തില്ല. ചിലർക്ക് പക്ഷേ ഇത് വളരെ കൂടുതലാണെങ്കിൽ സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അത് ഡോക്ടറെ കാണിച്ചിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻ കഴിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരി, താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. നമസ്കാരം, ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഭാസ്കരൻ പേര്. പറഞ്ഞോളൂ. 77 വയസ്സ് കഴിഞ്ഞു. ശരി. എനിക്ക് ഈ മരുന്ന് കിടക്കുമ്പോഴത്തേക്ക് മരുന്ന് കിടക്കും നമുക്ക് ഈ ശ്വാസം മുട്ട് പോലെ തോന്നും. ഓക്കെ. നേരത്തെ ശ്വാസം മുട്ടിന് അസുഖം ഉള്ള ആളാണോ? നേരത്തെ ശ്വാസം മുട്ട് വരാറുണ്ടോ? ആസ്മ അങ്ങനെയൊന്നും ഇല്ല. കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഉണ്ട്. ശരി. നടക്കുന്ന സമയത്ത് പടി കയറുമ്പോഴത്തേക്കോ ശ്വാസം മുട്ടലുണ്ടോ? നേരത്തെ ഇല്ല. ഇപ്പം കൂടുതൽ നടക്കാനില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. നടക്കാൻ ഇറങ്ങി രാവിലെ, എന്നാലും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ശരി. അങ്ങനെ അല്ല, നമുക്ക് ഈ മലന്ന് കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ അതെന്തായാലും ഡോക്ടറെ കാണിച്ചൊന്ന് പരിശോധന ചെയ്യണം. കാരണം അത് എനിക്ക് 130 കൊളസ്ട്രോൾ 130 ഉള്ളൂ. ഞാൻ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് കഴിക്കണം, മരുന്ന് കഴിക്കണം. അല്ല, സാധാരണ നമ്മൾ കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാകും. പക്ഷെ ചിലർക്ക് ഹൈ ഡോസിൽ, അതായത് ചിലർക്ക് വലിയ ഡോസ് കൊളസ്ട്രോൾ ഗുളിക വേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ ആയാസപ്പെട്ട് ജോലി ചെയ്ത് ചിലപ്പോൾ മസിൽ പെയിൻ ഒക്കെ വരാം. പിന്നെ ചിലർക്ക് കൊളസ്ട്രോൾ ഗുളിക വളരെ സെൻസിറ്റീവ് ചെറിയ ഡോസിൽ ചിലപ്പോൾ മസിൽ പെയിൻ വരാം. പക്ഷേ അത് സാധ്യത കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ഈ മസിൽ പെയിന് കാലിൻ്റെ പ്രയാസവും ഈ കൊളസ്ട്രോൾ ഗുളിക തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഡയബറ്റീസ് ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് കൊളസ്ട്രോൾ നന്നായി കുറഞ്ഞു നിന്നില്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ഗുളിക കഴിക്കണം. എന്തോ കുഴപ്പമില്ല, അതിപ്പോൾ കൺട്രോളാണ്, കുഴപ്പമില്ല. അപ്പോൾ മെഡിസിൻ തുടർച്ചയായി കഴിച്ചാൽ മതി. അതെല്ലാം ഇപ്പം എല്ലാം കൺട്രോളിലാണ്. പതിവായി വ്യായാമം ചെയ്താൽ മതി. എന്നിട്ട് ശ്വാസം മുട്ട് മാറ്റമില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ശരി. മരുന്ന് കഴിച്ചാൽ മതി. ഓക്കെ, ശരി. കഴിക്കണം. പ്രഷറിന്റെ ഷുഗറിന്റെ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കണം. അതല്ല, അത് ഗുളിക കഴിക്കുന്നുണ്ടാ 120 കൺട്രോൾ ആയിരിക്കുന്നത്. നിർത്തി കഴിഞ്ഞാൽ ഇനിയും കൂടും അത്. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഡോക്ടർ നോക്കാം. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഞാൻ വിളിച്ചത് കുറച്ചു മുമ്പേ ഡോക്ടർ പറഞ്ഞല്ലോ, ഈ അഡിനോയിഡ് ഗ്രന്ഥി കുട്ടികളിലാണ് കാണുന്നതെങ്കിൽ ഒന്നുകിൽ നമ്മൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ അത് ചിലർക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഈ കുട്ടികളിൽ എത്ര വയസ്സ് വരെ കഴിയുമ്പോഴാണ് നമ്മളത്? അത് സാധാരണ അത് കുട്ടികളുടെ സിംറ്റം അനുസരിച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ ചില കുട്ടികൾക്ക് ആകെ ഉള്ള സിംറ്റം ചിലപ്പോൾ വാ തുറന്ന് ഉറങ്ങത്തേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, ശ്വാസതടസ്സം നല്ലോണം വരും, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അത് നമ്മൾ ഈ ഡോക്ടർ കണ്ട് പരിശോധിച്ചിട്ടാണ് അവർ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ആ കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇത് മെഡിസിൻ മതിയോ, ഒബ്സർവേഷൻ മാത്രം മതിയോ, അതോ സർജറി വേണ്ടി വരുമോ എന്നുള്ളത്. അതെ. സന്തോഷം. വിളിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. നമ്മളോടൊപ്പം ഉള്ളത് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സുജയ് രംഗയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഹലോ. ഗുഡ് ഈവനിങ് മാഡം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ.
സാറേ എനിക്ക് ഈ വയറുവേദനയുണ്ട്. വയറുവേദന എന്ന് പറഞ്ഞാൽ രാത്രി ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോഴേ തലവേദന, പകലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ തലവേദന. എന്റെ ഈ എൻഡോസ്കോപ്പി ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തത്, അപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗ്യാസ് ട്രബിളിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് സംബന്ധിച്ചിട്ടുള്ള പ്രയാസമായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ അൾസറിൻ്റെ അസുഖം അല്ലെങ്കിൽ മറ്റ് വയറ് സംബന്ധ അസുഖങ്ങളില്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ചിലർക്ക്, ഇപ്പം ഉദാഹരണത്തിന് ചിലർക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടായിരിക്കും. ഈ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഗോതമ്പുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുവേദനയും പ്രയാസവും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഗോതമ്പിൻ്റെ ഭക്ഷണം അവോയ്ഡ് ചെയ്ത് ചിലപ്പോൾ എല്ലാം നോർമലാവും. ചിലർക്ക് പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ കടല കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഉണ്ടാവുന്നത്. അപ്പം നമുക്കത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പം നമുക്ക് ഏത് തരം ആഹാരം കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നമ്മൾ ആ ആഹാരം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് മാറും. രാത്രിയില്ലേ, അപ്പൊ ഈ രാത്രി കിടക്കുമ്പോൾ ഗ്യാസ് വന്ന് തലക്കങ്ങ് പിടിക്കുക. അതെ, രാത്രി കിടക്കുമ്പോൾ രാത്രിയിൽ ഭക്ഷണം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. രാത്രി ഭക്ഷണം എത്രയും നേരത്തെ നമ്മൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കണം. അപ്പോൾ രാത്രി ആഹാരം കഴിച്ച് ഉടനെ കിടക്കുവാണെങ്കിലോ രാത്രിയിൽ നമ്മൾ ഭക്ഷണത്തിൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുവാണെങ്കിലോ വെളുപ്പിനെ ആകുമ്പോഴത്തേക്ക് വയറിൽ ആസിഡ് ഉണ്ടായിട്ട് നെഞ്ചരിച്ചിലും നെഞ്ചുവേദനയൊക്കെ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഭക്ഷണം അല്ല നമ്മൾ ഈ ഗ്യാസ് നമ്മുടെ വയറ്റിനകത്തോ അല്ലെങ്കിൽ ഈ കുടലിനകത്തോ ഒന്നും ഒരിക്കലും പുറത്തേക്ക് തലയിലേക്കൊന്നും പോകത്തില്ല. അത് അവിടെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് തലവേദന ഉണ്ടാകുന്ന ചിലർക്ക് ആ സിംറ്റം വരുന്നതേ ഉള്ളൂ, അത് ഗ്യാസ് മുകളിൽ പോയിട്ടുള്ളതല്ല. അപ്പോൾ തലവേദന മാത്രമേ അതിൻ്റെ മെഡിസിൻ കഴിച്ചാൽ മതിയാവും. പക്ഷേ അത് ഈ ഗ്യാസിൻ്റെ ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. അല്ല. ശരി, ഓക്കെ. വിളിച്ച് സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി 20 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ കൂടി എത്തുകയാണ്. കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ചോദിച്ചോളൂ. പിന്നെ ഡോക്ടർ, എനിക്കിപ്പം 2 മാസമായിട്ടിപ്പം സർജറി കഴിഞ്ഞായിരുന്നു. യൂട്രസിന്റെ റിമൂവ് ചെയ്തായിരുന്നു. അതിന് ശേഷം ഇപ്പൊ ശ്വാസം മുട്ടലുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഈ ശ്വാസം മുട്ടല്. അല്ല, എന്ത് ചെയ്യുമ്പോഴാണ് ശ്വാസം മുട്ടലുള്ളത്? വെറുതെ ഇരിക്കുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, നടക്കുമ്പോഴാണോ? ആഹാരം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഉണ്ട് ശ്വാസം മുട്ടൽ. അല്ല, നടക്കുന്ന സമയത്ത് വീട്ടിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വീട്ടിൽ പടി കയറുമ്പോഴത്തേക്കോ? അത് അങ്ങനെ ഉണ്ട്. ഓക്കെ, അതല്ല ശ്വാസം മുട്ടൽ അല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആഹാരം കഴിക്കാൻ പറ്റില്ല, വയറുവേദന, ശ്വാസം മുട്ടലും. പിന്നെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും. അല്ല, കാലിന്റെ ഗുളിക ഇപ്പൊ കഴിക്കുന്നത്. ശരി, കാലില് നീര് വരുവോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നെഞ്ചടിപ്പുണ്ട്. കുനിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേ നെഞ്ചടിപ്പുണ്ട്. ഓക്കെ, അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ ഈ സിംറ്റം കുനിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ പ്രയാസമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് എന്തായാലും ചെക്കപ്പ് ചെയ്ത് നോക്കണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. കാരണം അത് ഇപ്പോഴത്തെ ഈ ഗ്യാസ് കൊണ്ട് മാത്രമുള്ള സിംറ്റം ആവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് പലർക്കും ഈ ഹൃദയ സംബന്ധ അസുഖം ഉള്ളപ്പോഴത്തേക്ക് കുനിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് പ്രയാസം ഉണ്ടാകാം. അപ്പോൾ അത് എന്തായാലും പരിശോധിപ്പിക്കേണ്ട ഒരു സിംറ്റം ആണത്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഒന്നുകൂടെ പരിശോധന കൂടുതൽ ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളത്. ശരി, ഓക്കെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളെക്കുറിച്ചിട്ടും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുജയ് രംഗയാണ്. നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ കൃഷ്ണൻകുട്ടി. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്. 1.5 വർഷം കഴിഞ്ഞ്. ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന പനി അടിച്ചപ്പോ നല്ല ചുമയുണ്ട്. ചുമക്കുമ്പം നെഞ്ചിന് ചെറിയ ഏനക്കേട് പോലും. എന്താ ചെയ്യണ്ടേ? ഇല്ല, സാധാരണ നമ്മൾ ചുമക്കുന്ന സമയത്ത് മാത്രം നെഞ്ചിന് വേദന വരുന്നത് സാധാരണ അത് നെഞ്ചിലെ അയലിൻ്റെ ജോയിൻറ്റിൻ്റെ വേദനയാണ്. അപ്പോൾ അത് ചുമയുടെ മെഡിസിൻസ് കഴിച്ചാൽ മതിയാവും. ഇപ്പോൾ എല്ലായിടത്തും ഒരു ഫ്ലൂ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒത്തിരി പേർക്ക് എല്ലാ സ്ഥലങ്ങളിലും പനിയും ഈ നിർത്താതുള്ള ചുമയും. ഈ പനി മാറിയാലും ചുമ കുറച്ച് സമയം നിൽക്കും. അത് ആ പനി വന്ന് മാറുമ്പോഴത്തേക്ക് ചെറിയ ആസ്മ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം ഗുളിക കഴിച്ചാൽ അത് കംപ്ലീറ്റ്ലി അങ്ങ് മാറും. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിട്ട് ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ ശ്വാസതടസ്സത്തിനുള്ള മരുന്നുകൂടെ എടുക്കുവാണെങ്കിൽ ഈ ചുമ പെട്ടെന്ന് കുറയും. അപ്പോൾ ചുമയ്ക്കുമ്പോൾ പിന്നെ ഓക്കെ അപ്പോൾ അത് ഉണ്ട്. അത് തന്നെ. അപ്പോൾ അതിന് നേരത്തെ ഈ ശ്വാസതടസ്സം ഉള്ള ആൾക്കാർക്ക് ഈ പനിയൊക്കെ വരുമ്പോൾ അത് കൂടും. അപ്പോൾ അത് ഡോക്ടറെ വീണ്ടും കാണിച്ചിട്ട് ചിലപ്പോൾ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ നെബുലൈസേഷനോ ചിലപ്പോൾ എടുക്കേണ്ടി വരും ഇത് പെട്ടെന്ന് കുറയാനായിട്ട്. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് അത് ചികിത്സിച്ചാൽ മതി. ചുമയുടെ ചികിത്സിച്ച് കഴിയുമ്പോൾ ചുമ നിൽക്കുമ്പോൾ നെഞ്ചുവേദന മാറിക്കോളും.
ഞാൻ ഡയറക്റ്റ് ഈ രാത്രിയില് ഈ ഗോതമ്പിന്റെ ആഹാരം തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ചപ്പാത്തി അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് അളവാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ അരി ആഹാരമായാലും ഗോതമ്പിൻ്റെ ആഹാരമായാലും അതിനകത്തുള്ള ആ കാലറി അന്നജത്തിൻ്റെ അളവ് സെയിം ആണ്. പിന്നെ ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് കണക്കുണ്ട്. ഒരു ചപ്പാത്തി കഴിച്ചു, 2 ചപ്പാത്തി കഴിച്ചു, ചോറിന് കണക്കില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി കുറച്ചേ കഴിക്കത്തുള്ളൂ, പതുക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചപ്പാത്തി പ്രോട്ടീൻ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ചോറിനെക്കാട്ടും കൂടുതൽ ചപ്പാത്തി കഴിക്കാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ചോറ് അളവ് വെച്ച് കഴിക്കുവാണ്, ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കുന്നുള്ളെങ്കിൽ ചോറ് കഴിക്കുന്ന ചപ്പാത്തി കഴിക്കുന്ന ഒരുപോലെ തന്നെയാണ്. പലർക്കും ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്യാസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്, ഈ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് ചപ്പാത്തി കഴിച്ചേ മതിയാകും എന്നുള്ളതില്ല. അതെ, അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. അരി ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് ഷുഗർ കൺട്രോളാക്കി വെച്ചിരുന്നാൽ മതി. സന്തോഷം വിളിച്ചതിൽ. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ കുട്ടികളുടെ കാര്യം നമ്മൾ ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവരിലും ഈ ഒരു അസുഖം ഇപ്പോൾ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഈ കുട്ടികളിൽ നമ്മൾ കാണുന്ന ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും വളരെ കൂടുതലാണ്. ഇത് ഈ ഒരു അസുഖവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നമ്മൾ ഈ ഹൃദയ രക്തധമനി രോഗങ്ങൾ തുടങ്ങുന്ന സമയം 20 വയസ്സിന് 30 വയസ്സിന് ഇടയ്ക്കാണ്. അപ്പം നമ്മൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് അസുഖം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമ്മൾ ആ സമയത്തെ നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ കുഞ്ഞിലെ ഉള്ള സ്വഭാവങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കാളും അവർക്ക് കളിക്കാനും ഓടി നടക്കാനൊക്കെ ഉള്ള ചാൻസസ് കുറവാണ്. കാരണം പലപ്പോഴും ചിലർ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ വീടുകളിലായിരിക്കാം. ചിലപ്പം അത്രയും കളിസ്ഥലം ഇല്ല. സ്കൂളിൽ പോയാൽ ഇപ്പോൾ പലപ്പോഴും സ്പോർട്സ് പീരീഡ് കുറവാണ്. സ്പോർട്സ് പീരീഡ് PT പീരീഡൊക്കെ പഠിപ്പിക്കലായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ട്യൂഷനും അല്ലെങ്കിൽ അങ്ങനെ എൻട്രൻസ് കോച്ചിങ് അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പം ഐഡിയലി പറയുന്നത് ഇപ്പോൾ ഒരു 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വിഗറസ് എക്സസൈസ് ചെയ്യണം എന്നാണ്. വളരെ ആയാസമുള്ള ശ്രമതയുള്ള എയറോബിക് എക്സസൈസ് ചെയ്യണം എന്നാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് 10 മിനിറ്റ് ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ ഒന്ന് എക്സസൈസ് കുറവാണ്. രണ്ടാമത്തേത് കുട്ടികളിൽ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം പഴയക്കാലം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ വളരെ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഈ ചിപ്സ് അങ്ങനെ സാധനങ്ങൾ കുട്ടികൾ ഒരുപാട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് കുട്ടികളിൽ കൂടുതലും ഈ ഫോണും TV ഒക്കെ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് എക്സസൈസ് കുറവാണ്, ഫുഡും പ്രോബ്ലമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നം ഒന്ന് അമിതവണ്ണം. അപ്പോൾ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ബ്ലഡ് ഷുഗർ കൂടാനും BP കൂടാനൊക്കെ ഉള്ള കൊളസ്ട്രോൾ കൂടാനൊക്കെ സാധ്യത കൂടുതലാണ് പണ്ടത്തെക്കാട്ടിൽ. അപ്പം അതുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിൽ ഈ ഹാർട്ട് ഡിസീസ് കൂടാൻ കാരണം ഈ കുട്ടിക്കാലം മുതലേ ഉള്ള ഈ സ്വഭാവങ്ങൾ കാരണം അവർക്ക് ആ അസുഖത്തിൻ്റെ തുടക്കം അപ്പോഴേ ഉണ്ടാവുന്നുണ്ട്. പിന്നീടാണ് അത് അപ്പം ഒരു 60 വയസ്സിലോ 70 വയസ്സിലോ വരേണ്ട അസുഖം 30 വയസ്സിലോ 40 വയസ്സിലോ വരാനുള്ള കാരണം അതാണ്. അപ്പം നമ്മൾ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ ശരിയായ ആഹാര രീതി പഠിപ്പിക്കും. നമ്മൾ ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ വേണ്ടത് ഈ ഹാർട്ടിന് അസുഖം വന്നതിന് ശേഷമല്ല. ആക്ച്വലി സ്കൂൾ കരിക്കുലത്തിനകത്ത് ന്യൂട്രീഷനും ഡയറ്റിനും കൂടുതൽ അതിനെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ എല്ലാം ഈ സ്കൂൾ ഡേയ്സിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ സമയം കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് ഒരു PT പീരീഡ് ഡെയിലി ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ ഈ മറ്റേ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്നുണ്ടായാലേ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനിൽ ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കൊളസ്ട്രോളും ഹൃദ്രോഗവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. അത് നമ്മൾ ഹൃദ്രോഗം നേരത്തെ പല വിളിച്ച ആൾക്കാർ പലരും പറഞ്ഞു. അതായത് അവർക്ക് ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഹൃദ്രോഗം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിലാണ്. ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് മുഖ്യമായിട്ടുള്ളത് ഒന്ന് പ്രായം. അത് 45 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർക്കും 55 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കും ഹൃദ്രോഗ സാധ്യതയുണ്ട്. നമുക്ക് തടയാൻ കഴിയത്തില്ല. പ്രായം കൂടുന്നതനുസരിച്ച് ഈ ഹൃദയരോഗ അസുഖത്തിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേത് ജെൻഡർ, അതായത് പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാട്ടിലും ഹൃദ്രോഗ സാധ്യത കൂടുതൽ. പക്ഷേ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നത് ഹാർട്ടിന് അസുഖമാണ്. 30% സ്ത്രീകൾ മരിക്കുന്നത് ഹാർട്ടിന് അസുഖം മൂലമാണ്. പലർക്കും പേടി ഇപ്പോൾ യൂട്രസിലെ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളിലും അസുഖം ഉണ്ടാക്കുന്ന ഹൃദ്രോഗമാണ്. പക്ഷേ അവർക്ക് പുരുഷന്മാരെക്കാട്ടിലും ഹൃദ്രോഗ സാധ്യത കുറച്ച് കുറവാണ്. പിന്നെ ജനിതകമായി നമ്മുടെ കുടുംബത്തിലാർക്കെങ്കിലും ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ സഹോദരനോ 55 വയസ്സിന് മുന്നെയോ അമ്മയ്ക്കോ സഹോദരിക്കോ 65 വയസ്സിന് മുന്നെയോ ഹാർട്ടിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനിതകമായി ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 3 കാരണം നമുക്ക് തടയാൻ പറ്റത്തില്ല. നമുക്ക് തടയാൻ പറ്റുന്ന കാരണങ്ങൾ ഒന്ന് പുകവലി. അമിതമായിട്ട് പുകവലിക്കുന്നവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. രണ്ടാമത്തത് പ്രമേഹം, ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് വന്ന ഒരു ഹാർട്ടിന് അസുഖം വന്നതുപോലെയാണ്. മൂന്നാമത്തത് ഉയർന്ന ബ്ലഡ് പ്രഷർ. നാലാമത്തത് ഉയർന്ന കൊളസ്ട്രോള്. പിന്നെ അമിതവണ്ണം, എക്സസൈസ് ഇല്ലായ്മ. ഇതൊക്കെയാണ് ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക്
അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് പുക വലിക്കുന്ന ഒരാൾക്ക്, ഡയബറ്റീസ് ഉള്ള ഒരാൾ പുക വലിച്ചാൽ ഹൃദ്രോഗ സാധ്യത 4 ഇരട്ടിയാവും. അപ്പം ഡയബറ്റീസും ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും അമിതവണ്ണവും പുകവലിയും സ്ട്രെസ്സും എല്ലാം ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ്, ഇപ്പോൾ കുടുംബത്തിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആണ് കൂടുതൽ നമ്മൾ ഈ സിംറ്റംസ് ഉണ്ടായി ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടതും ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യേണ്ടതും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പാരമ്പര്യമായിട്ടും ഒക്കെ വരുന്ന ഒരു രോഗമായി പറയുന്നുണ്ട്. പക്ഷേ ചിലർക്ക് നമുക്കറിയാം ഒരു ലക്ഷണവും ഇല്ലാതെയാണോ ഇത് ഇങ്ങനെ വന്നത്, പെട്ടെന്ന് ഈ ഒരു അസുഖം വന്നത് നമ്മൾ തോന്നാറുണ്ട്. ചില ഇപ്പോൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചില വിഷ്വൽസ് വരാറുണ്ട്. കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ ഭക്ഷണം ഓർഡർ ചെയ്ത ഒരാൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണ് മരിക്കുക. അത് ഈ ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദയാഘാതം എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്കിൻ്റെ 25% പേരിൽ ആദ്യത്തെ ലക്ഷണം പെട്ടെന്നുള്ള മരണമാണ്. അതായത് മുൻപ് ഒരു ലക്ഷണങ്ങളും കാണിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഈ ഉള്ള മരണമാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഫസ്റ്റ് സിംറ്റം ആയിട്ട് വരാം. അങ്ങനെ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഒരു സാപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു CEO ഉണ്ടായിരുന്നു. പുള്ളി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CEO ആയിരുന്നു. അപ്പം 40ാമത്തെ വയസ്സിലാണ് പുള്ളി എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ഇതിന് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് യങ്ങർ ആൾക്കാർക്ക്, പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഈ രക്തക്കുഴലുകൾക്ക് രക്തം കട്ട പിടിച്ച് രക്തക്കുഴൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് നാച്ചുറൽ ബൈപ്പാസുകൾ ഓപ്പൺ ആവുന്നില്ല. അതായത് ദൈവം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രക്തക്കുഴൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ബൈപ്പാസ് രക്തധമനി നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്, എല്ലാവരിലും ഉണ്ട്. പക്ഷെ അത് രക്തക്കുഴൽ പതുക്കെ അടഞ്ഞു പോവുകയാണെങ്കിൽ ഈ രക്തധമനികളൊക്കെ വലുതായി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് അതിന് ഓപ്പൺ ആവാൻ സമയമുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രായം കൂടിയ ആൾക്കാരിൽ പലപ്പോഴും ചെസ്റ്റ് പെയിൻ വരും, ഹാർട്ട് അറ്റാക്ക് വരും, മരണം ഉണ്ടാകുന്നില്ല. പക്ഷെ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ ഈ ബൈപ്പാസ് രക്തധമനികളൊന്നും നേരെ വർക്കിംഗ് ആയിട്ടില്ല. അപ്പോൾ അവർക്ക് രക്തക്കുഴലിൽ ഒരു രക്തഘട്ടം അടഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദയടിപ്പും തകരാറുണ്ടായി പെട്ടെന്ന് മരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ യങ്ങർ ആൾക്കാർക്കാണ്. അതുകൊണ്ടാണ് ഈ സഡൻ ഡെത്ത് കൂടുതലും ഈ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ കാണുന്നത്. പിന്നെ നാച്ചുറലി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോൾ ഒരു സഡൻ ഡെത്ത് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ തോത് ചിലപ്പോൾ പഴയതിൻ്റെ അത്രയും തന്നെ ആയിരിക്കാം. പക്ഷെ കൂടുതൽ അത് ആൾക്കാർ അവെയർ ആണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ അതിനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി കുറച്ച് കാര്യം ഞാനിങ്ങനെ ചോദിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കുന്ന നമ്പർ 0442931111 4:30 വരെയാണ് കേട്ടോ വിളിക്കാനുള്ള സമയം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ നമ്മളെ ഒരു ഭക്ഷണ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ഹൃദയം ഉണ്ടാവാനായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇനി പുതിയ തലമുറയ്ക്ക് ഈ അസുഖങ്ങൾ ഒഴിഞ്ഞു പോകണം. അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ തന്നെ ആദ്യം? അത് ഈ ഭക്ഷണം പലപ്പോഴും എല്ലാവരുടെയും ഭക്ഷണ രീതി അവരുടെ ഒരു വികാരം പോലെ, ഇമോഷൻ പോലെയാണ് പലപ്പോഴും. അപ്പോൾ നമുക്ക് ആർക്കും നിങ്ങൾ രാവിലെ ഇത് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത് കഴിക്കണം, രാത്രി ഇത് കഴിക്കണം, അങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം എന്നില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് പൊതുവായ ചില റൂൾസ് ഉണ്ട്. അത് നമ്മൾ വളരെ കുറയ്ക്കേണ്ട ചില ഭക്ഷണങ്ങൾ, ഇഷ്ടംപോലെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, മിതമായ രീതിയിൽ കഴിക്കേണ്ടത്, അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ച് കഴിക്കേണ്ടത്, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ഫാസ്റ്റ് ഫുഡും ബേക്കറി പ്രോഡക്ട്സ് ഒക്കെയാണ്. കാരണം അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഈ ബേക്കറി പ്രൊഡക്ട്സിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡിലൊക്കെ നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്നുള്ളൊരു കൊഴുപ്പുണ്ട്. അപ്പോൾ ഡാൽഡ, വനസ്പതി ഇതുപോലത്തെ ആഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അത് നമ്മൾക്ക് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അത് നമ്മുടെ ബ്ലഡിലെ നല്ല കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടുന്നു. അത് അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആദ്യം ചോദിക്കും, നല്ല കൊളസ്ട്രോൾ തീരെ കുറവാണ്, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, മോശം കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നമ്മൾ ബേക്കറി സ്ഥിരം കഴിക്കുന്ന ആളാണെന്ന് ചോദിക്കും. പലപ്പോഴും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അത് വർഷങ്ങൾ കഴിക്കുന്നവർക്ക് ഇതുപോലെ കൊളസ്ട്രോൾ തകരാറായിട്ട് ഹാർട്ടിന് അസുഖം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറയ്ക്കേണ്ട ഭക്ഷണം അതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ. അപ്പോൾ യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ TV കാണുമ്പോഴേക്കും എപ്പോഴും അവർ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടേക്കും ചെയ്യുന്നത്. വെളിയിൽ ഹോട്ടൽസിൽ പോയാലും എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എത്രയും നമ്മളിപ്പോൾ 100% അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുക. ഒരുപാട് എണ്ണയൊട്ട്, പ്രത്യേകിച്ച് എണ്ണ ഹൈ ടെമ്പറേച്ചറിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഹോട്ടലിലെയും പുറത്ത് ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും റീയൂസ് ചെയ്തിട്ട് ഉള്ള എണ്ണയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പോൾ കാണാം 5 രൂപയ്ക്ക് പൊരിപ്പുന്ന എല്ലായിടത്തും തിരക്കാണ് അവിടെ. അപ്പോൾ തട്ടുകടകളിൽ പോയി ആഹാരം കഴിക്കുന്ന ട്രെൻഡാണ്.
അതെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു ഉപയോഗിക്കുന്ന ഈ ഓയില് പലപ്പോഴും ഹെൽത്തി ആണ്, വീണ്ടും ഉപയോഗിക്കുന്ന ഓയിലായിരിക്കാം. അപ്പം നമ്മൾ വില കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിന് വേണ്ടി പോയി കഴിക്കുന്നത്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതായിരിക്കത്തില്ല. പല തട്ടുകടകളിലും നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ മൊത്തം ഇതായിട്ട് പറഞ്ഞതല്ല, പക്ഷെ നമ്മൾ ആ എണ്ണ റീയൂസ് ചെയ്യുന്നത് എപ്പോഴും ഹാനികരമാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അത്തരക്കാരും ശ്രദ്ധിക്കുക. നമ്മളുടെ പൊതുജനങ്ങളുടെ ആരോഗ്യം ആണ് ഏറ്റവും പ്രധാനം. അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കച്ചവടം പലരും പല ആൾക്കാരും അതിന് അവെയറാണ്. അതുകൊണ്ട് പല ആൾക്കാരും എനിക്കറിയാം അവർ എണ്ണ റീയൂസ് ചെയ്യുന്നില്ല, പലപ്പോഴും നല്ല എണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഗവൺമെന്റ് സ്കീമുണ്ട്, അതായത് നമ്മൾ ഒരു തവണ ഉപയോഗിച്ച എണ്ണ ഗവൺമെന്റിന്റെ സ്കീമിൽ അത് തിരിച്ചു കൊടുത്തിട്ട് അതിന് പകരം പൈസ കൊടുക്കുന്നു, ഒരു പുതിയ എണ്ണ എപ്പോഴും ഉപയോഗിക്കുന്നുള്ള അങ്ങനത്തെ പോളിസി ഡിസിഷൻസ് ആണ് ഗവൺമെന്റിൽ നിന്ന് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ജനതയുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മേജർ ഡിസിഷൻസ്, അത് വളരെ നല്ല ഡിസിഷൻ ആണല്ലോ. ഇതുവരെ എണ്ണ റീയൂസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൾക്കാർ തിരിച്ചു കൊടുക്കുക, പൈസ കിട്ടും, ആ എണ്ണ വെറുതെ കളയുന്നില്ല, അത് റീയൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആഹാര രീതി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഈ ഒരുപാട് മധുരമുള്ള സാധനങ്ങൾ, ഒരുപാട് ഉപ്പ് കൂടിയ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഹാരത്തെ എത്രയും അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഡോക്ടർ, എന്തായാലും നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന സെപ്റ്റംബർ 29 ജനങ്ങൾക്ക് ഇത്രയും നല്ലൊരു ബോധവൽക്കരണം നടത്തേണ്ട കാര്യമുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്? നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഉള്ള ഈ ഹാർട്ട് ഡിസീസിൻ്റെ പ്രിവെൻഷന് വേണ്ടി വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പറഞ്ഞ ചില കാരണങ്ങൾ. ഒന്ന്, അവയർനെസ് ഉണ്ടാക്കുക. 2, ആൾക്കാരിൽ ഒരു സ്ക്രീനിങ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, HbA1c, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ഇങ്ങനത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം വളരെ മിതമായ നിരക്കിലുള്ള ഒരു ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആൾക്കാർ ഈ എക്സസൈസിനെ പറ്റി അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു ഹാർട്ട് ഹെൽത്ത് വാക്ക് ചെയ്യുന്നുണ്ട്, കടപ്പാക്കടയിൽ നിന്ന് IMA ഹാൾ വരെ. പിന്നെ സെപ്റ്റംബർ 29 വൈകുന്നേരം 6 മണിക്ക് നമ്മൾ IMA ഹാളിൽ ഈ ഹൃദ്രോഗ പ്രിവെൻഷനെ പറ്റിയുള്ളൊരു ചെറിയ സെമിനാറുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു മാസമായിട്ട് നമ്മൾ റേഡിയോ ബെൻസിഗറിൽ ഹൃദ്രോഗത്തിനെ കുറിച്ചിട്ടുള്ള സാധാരണ ഉണ്ടാവാവുന്ന സംശയങ്ങളും അതിൻ്റെ ആൻസേഴ്സിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഹൃദയപൂർവ്വം ചെയ്യുന്നുണ്ട്. എല്ലാ വേൾഡ് ഹാർട്ട് ഡേ ആ മന്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ആ സംശയങ്ങളെ പറ്റി ആൾക്കാർ കൂടുതൽ അറിയണമെങ്കിൽ ഈ സെമിനാറിൽ ആൾക്കാർക്കെല്ലാം പങ്കെടുക്കാവുന്നതാണ്. സെപ്റ്റംബർ 29 സൺഡേ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ കൊല്ലത്തെ ആശ്രാമത്തുള്ള IMA ഹാൾ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് ലോക ഹൃദയ ദിനവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കോളിലേക്ക് കൂടെ ഒന്ന് പോയാലോ ഡോക്ടർ? കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സുഖമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. നമസ്കാരം സാറേ. പിന്നെ നമുക്ക് ഈ ഹൃദ്രോഗം അഥവാ സ്റ്റാർട്ടിങ് ഉണ്ടോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമോ? അത് സാധാരണ നമ്മൾ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട് ആൾക്കാർ, അപ്പോൾ നടക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ട്, അല്ലെങ്കിൽ നെഞ്ചുവേദനയുണ്ട്, അല്ലെങ്കിൽ കിതപ്പുണ്ട്, അങ്ങനെയുള്ളവർ എന്തായാലും പരിശോധന നോക്കണം. രണ്ടാമത് 30 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 25 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്നാണ്, സ്ക്രീനിങ്. അത് നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുക, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കുക, ഹൈറ്റ് വെയിറ്റ് കറക്റ്റാണോ, വെയിറ്റ് കൂടുതലാണോ നോക്കുക. ഒരു ബേസിക് ചെക്കപ്പ് 25 വയസ്സിലാണ് ആദ്യത്തെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതെല്ലാം നോർമലാണെങ്കിൽ ഓരോ 5 വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യണം. ടെസ്റ്റുകൾ തകരാറുള്ള ആൾക്കാർ വർഷത്തിൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സാറേ, ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ശ്വാസം മൂക്കിലൂടെ മാത്രം ഇവിടെയാണെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, ആക്ച്വലി മൗത്ത് ബ്രീത്തിങ് നല്ലതല്ല. പലപ്പോഴും ചിലർ ഉറങ്ങുമ്പോഴത്തേക്ക് വായിക്കൂടെ ശ്വാസം അങ്ങനെ മൗത്ത് ബ്രീത്തിങ് തടയാൻ വേണ്ടി വായിൽ മൗത്ത് ടേപ്പ് ഒട്ടിച്ച് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. മൗത്ത് ബ്രീത്തിങ് കുറയ്ക്കാൻ വേണ്ടി പല ഡിവൈസുകളുണ്ട്. മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നതാണ് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള നോർമൽ രീതി. അതെ. പിന്നെ എനിക്ക് ശരി സാറേ, അത് അറിയാൻ വേണ്ടി ഡോക്ടർമാർക്കും ഒരു ബിഗ് സല്യൂട്ട് വരുന്നത്. കാര്യം വെച്ചാലേ ഇങ്ങനെയുള്ള പരിപാടി ഒരുപാട് പേർക്ക് ഉപകാരമാണ്. ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ വരെ ഇങ്ങനെയുള്ള പരിപാടി. എല്ലാ ഡോക്ടർമാർക്കും ഒരു ബിഗ് സല്യൂട്ട്. സന്തോഷം. വിളിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അങ്ങനെ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. ഈ ഒരു ദിനത്തിൽ ഡോക്ടർ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഈ ഒരു ദിനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു അറിഞ്ഞിരിക്കാനായിട്ടോ ഡോക്ടറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഓക്കെ, അത് നമ്മൾ ഹൃദ്രോഗം തടയാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ, ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഒറ്റ മാർഗ്ഗം മാത്രം പറയുവാണെങ്കിൽ അത് ഞാൻ പറയുന്നത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പതിവായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ ഷുഗർ കൺട്രോൾ ആയിരിക്കും, ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കും, അവർക്ക് അമിതമായിട്ട് വണ്ണം ഉണ്ടാകത്തില്ല, അവർക്ക് കൊളസ്ട്രോൾ കുറവായിരിക്കും. സാധാരണ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ എപ്പോഴും ഒരു ആഹാര രീതിയും ശ്രദ്ധിക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എക്സസൈസ് വെയിറ്റ് കുറച്ചതാണ്, അപ്പം നമുക്കത് കൂടാതിരിക്കാം. അപ്പം
ഒരു സിംഗിൾ സൊല്യൂഷൻ പറയുവാണെങ്കിൽ എപ്പോഴും റെഗുലർ പതിവായിട്ട് വ്യായാമം ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ അതിൻ്റെതായിട്ടുള്ള ശരിയായ രീതിയിൽ വന്നോളും. അപ്പം പതിവായിട്ടുള്ള വ്യായാമം നമ്മളൊരു ശീലമായിട്ട് മാറ്റുക. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ഈ ദിനത്തിന് മുന്നോടിയായി നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് ഹൃദയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹൃദ്രോഗത്തെക്കുറിച്ചും ഒക്കെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ പറ്റി ഡോക്ടറിന് നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് NS ഹോസ്പിറ്റലിലെയും ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെയും കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുജയ് രംഗയായിരുന്നു. ഡോക്ടർ, നമ്മൾ റേഡിയോ ബെൻസിഗറിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ആ ഒരു കാര്യം ഡോക്ടർ ഒന്ന് പറയുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആരോഗ്യപൂർവ്വമായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു. ഡോക്ടറിനൊപ്പം ശ്രീലക്ഷ്മി MS.